എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ. സ്നേഹം, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മില്യൺസ് ഡോളേഴ്സ് ക്ലബിന്റെ 129ാമത് ആഴ്ചയിലെ ടെലി മീറ്റിംഗിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പീർലവൻ ഇന്റർനാഷണലിന്റെ ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ അശോകൻ സാർ, കണ്ണൻ സാർ, നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡേഴ്സ്, ഈ മഹാപ്രസ്ഥാനത്തിലെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എന്റെ സുഹൃത്തുക്കളെ ഏറ്റവും അഭിമാനത്തോടെ സന്തോഷത്തോടെ എല്ലാവരെയും വരവേൽക്കുകയാണ്. മില്യൺസ് ഡോളേഴ്സ് ക്ലബിന്റെ ഇന്നത്തെ പ്രിയങ്കരനായ MC മെറ്റാട്രാക്ട് വെറ്ററൻസ് അനിൽ ദാസ് സാർ എന്നെ നല്ല വാക്കുകളിൽ പരിചയപ്പെടുത്തി. സ്നേഹം അറിയിക്കുന്നു സാർ. വലിയ വാക്കുകൾക്ക് ഹൃദയം കൊണ്ട് നന്ദി. ഞാൻ ആഷിഖ്, മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം സ്വദേശിയാണ്. 22 വർഷം ദുബായിലായിരുന്നു. 1960 കാലഘട്ടത്ത് ബോംബെയിൽ നിന്നും ലാൻജിക്ക് ദുബായിലേക്ക് പോയ ഒരു പിതാവിന്റെ മകനാണ്, ഒരു സാധാരണക്കാരൻ. അദ്ദേഹം ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഉപ്പയുടെ ഒരു അറിയിപ്പ് വരുന്നത്, മോനെ പെട്ടെന്ന് നീ ഗൾഫിലേക്ക് വരേണ്ടി വരും, പ്രായവും ജോലിയും എന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് നീ പെട്ടെന്ന് ദുബായിലേക്ക് വരണം എന്നാണ് അറിയിപ്പ്. പ്രീ ഡിഗ്രി കേവലം 2 ആഴ്ച മാത്രമാണ് പോയത്. അതവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ ഓട്ടോമൊബൈൽ മെക്കാനിക് എന്ന ഡിപ്ലോമ കോഴ്സിന് തൃശ്ശൂരിൽ ചേരുകയും 1 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ ഒരു 6-7 മാസം മെനക്സ് മോട്ടോഴ്സ്, ശിവാജി നഗറിലുള്ള മെനക്സ് മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ സർട്ടിഫിക്കറ്റും കൈവശപ്പെടുത്തിയ ആ ഡിപ്ലോമയും എടുത്ത് ദുബായിലേക്ക് വിമാനം കയറി. 6 മാസത്തോളം അലഞ്ഞു തിരിഞ്ഞു, പല കമ്പനികളിലും ഇന്റർവ്യൂ ചെയ്തു. നമ്മുടെ പേപ്പർ മുന്നോട്ട് പോയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി എനിക്ക് സാധ്യമായില്ല. വളരെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അജ്മാനിലെ ഒരു റെസ്റ്റോറന്റിൽ പിന്നീട് ജോലിക്ക് കയറി. അവിടെ പാത്രം കഴുകലും ക്ലീനിങ്ങും പുറത്ത് ചായ കൊടുക്കലും സമൂസ കച്ചവടവും, അതിന് നമ്മളവിടെ പറയുന്നത് ബാർവാല എന്നാണ്. പുറത്ത് ചായ കൊണ്ടേ കൊടുക്കുന്ന അറബികളൊക്കെ വന്ന് ഹോണടിക്കും, അവർക്ക് ചായ കൊടുക്കുക. ഇതായിരുന്നു എന്റെ പണി. ആ ഇടക്ക് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു, എനിക്ക് ലൈസൻസ് കിട്ടുന്നു. ആ ജോലി വിട്ട് പിന്നെ ഡ്രൈവിംഗിന്റെ ലോകത്തേക്ക് നടന്നു. പല കമ്പനിയിൽ നിന്നും മാറി മാറി ഞാൻ അജ്മാനും ഷാർജയും പിന്നീട് ദുബായിലേക്ക് എത്തുകയാണ്. ദുബായിലെ യാത്രയിൽ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച, എന്നെ മനസ്സിലാക്കിയ, ഇന്നത്തെ എന്നെ ആക്കിയ ആ പ്രിയപ്പെട്ട സാറ് ടിമോത്തി എഡ്വേർഡ് ആസ്ക്യൂ എന്ന ബ്രിട്ടീഷ് പൗരൻ. അദ്ദേഹം ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. അദ്ദേഹത്തിന്റെ വലിപ്പമോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടോ എനിക്ക് അറിയില്ലായിരുന്നില്ല അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ. കാരണം ഞാൻ ഒഴിവ് സമയങ്ങളിൽ കള്ള ടാക്സി ഓടിക്കുമായിരുന്നു. കള്ള ടാക്സി അന്നൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇന്ന് വളരെ നിയമം വളരെ കർക്കശാണ്. പല ആളുകൾക്കും ഒഴിഞ്ഞ സമയങ്ങളിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബദിയാണ്. അങ്ങനെ ഒരിക്കൽ കിട്ടിയതാണ് എനിക്ക് പ്രിയപ്പെട്ട സാറെ. അദ്ദേഹം എന്റെ നമ്പർ കൈമാറി. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം എനിക്ക് കോൾ വരെയാണ്, ആഷിഖ് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാം, ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുകയും അവിടെ ഞാൻ ജോയിൻ ചെയ്യുകയും ഏകദേശം 17 വർഷത്തോളം എനിക്ക് ആ കമ്പനിയിൽ സ്റ്റാഫായിട്ട് നിലനിൽക്കാൻ സാധിച്ചു. വെറും സ്റ്റാഫ് ആയിരുന്നില്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡ്രൈവറും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയും പോലെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് ഒരു ബ്രിട്ടീഷുകാരനൊപ്പം അദ്ദേഹത്തിന്റെ എല്ലാ ചലനങ്ങൾക്കും ഒപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കിടയിലൂടെ വന്ന് എനിക്കിത് കിട്ടിയപ്പോൾ സത്യത്തില് വലിയ ഒരു മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലും എന്റെ എല്ലാത്തിലും മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. 10 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടം വിട്ട് UK തിരിച്ചുപോയി. ആ ഒരു സമയത്താണ് എന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ. ആ സമയത്തായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ ഭാര്യ ജസ്ന, എനിക്ക് 2 കുട്ടികൾ. മൂത്ത ആള് മുഹമ്മദ് റെയ്ഹാൻ, BSc നഴ്സിംഗിന് ചെന്നൈയിൽ ഭാരത് യൂണിവേഴ്സിറ്റിയിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ആള് മുഹമ്മദ് ആദിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പിന്നെ ഉമ്മ, എനിക്ക് 2 സഹോദരങ്ങളും ദുബായിലാണ്. ഞാൻ വീട് വെച്ചു. ഇതൊക്കെ സാധ്യമായത് ആ കമ്പനിയിൽ നിന്നാണ്. വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്ത് സാറ് 10 വർഷത്തെ ഇവിടുത്തെ ദുബായിലെ ജീവിതം മതിയാക്കി അദ്ദേഹം UK തിരിച്ചു പോകുമ്പോൾ, കാരണം അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഉൾപ്പെടുത്തുകയും, അറിയാലോ അദ്ദേഹത്തിന്റെ ജീവിതം, ഫാമിലി ലൈഫ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. നമ്മള് വേദിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ വരുമ്പോൾ അദ്ദേഹം ആ ഫാമിലിയൊക്കെ ആയിട്ട് വളരെ സന്തോഷിച്ച് വരും. പക്ഷെ വീട്ടിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തെ ആ കാര്യങ്ങൾ വരെ എന്നോട് ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ തരാനൊക്കെ സാറ് സാധിച്ചു. ആ സാറിന്റെ ആ ഒരു മനസ്സുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട് എന്റെ 3ാമത്തെ അനിയനെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കി പഠിപ്പിക്കാനും
അതെ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് തന്നെ എന്റെ WS പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന മഹാ കമ്പനിയിൽ അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഫ്രഷ് ഗ്രാജുവേഷന് നല്ലൊരു ജോലി കൊടുക്കുകയും ചെയ്തു. ഇന്നും എന്റെ സഹോദരൻ മൂന്നാമത്തെ ബ്രദർ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ സാറുടെ മഹാമനസ്കത കൊണ്ടും ജോലി ചെയ്യാണ്. ഇതൊക്കെ ആ സാർ എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. സാറ് ദുബായ് വിടുമ്പോ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എന്നോട് പറഞ്ഞത്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം, ഞാൻ നിന്നെ UK കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വലിയൊരു വാക്കാണ്. അദ്ദേഹം ചിലപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, മെയിൽ ചെയ്യാറുണ്ട്. ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നു. അദ്ദേഹം ഇന്ന് റിട്ടയർഡ് ചെയ്തിട്ട് UK വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പോയി 7 വർഷം വീണ്ടും ഞാൻ ദുബായിൽ വർക്ക് ചെയ്തു. അങ്ങനെയാണ് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയത്. ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നത്, ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നത്, മരണത്തെ മുഖാമുഖം കണ്ട് ഒരുപാട് പ്രവാസികൾ അവിടെയും നാട്ടിലും ഒരു ബന്ധവുമില്ലാതെ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യചിഹ്നവുമായിട്ട് നടന്ന ഒരു മഹാകാലഘട്ടം. ജനങ്ങളെ പലതും പഠിപ്പിക്കുകയും പലതും മറക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ആ ഒരു വല്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്താണ് പല കമ്പനികളും ആളുകളെ കുറക്കാൻ തുടങ്ങി, ശമ്പളം കുറക്കാൻ തുടങ്ങി, ടെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടെർമിനേഷനിലാണ് ആദ്യത്തെ പേര് സ്വാഭാവികമായിട്ടും എന്റെ പേര് എത്തുന്നത്. എന്നെ സംരക്ഷിക്കാനോ എന്നെ തടഞ്ഞു നിർത്താനോ അവിടെ ആളുകളില്ല. കാരണം എന്റെ സാറൊക്കെ അവിടുന്ന് പോയി പുതിയ ആളുകൾ പുതിയ സെറ്റപ്പിലേക്ക് മാറുമ്പോൾ പഴയ ആളുകൾ അവർക്ക് വേണ്ടാതായി. അങ്ങനെ അതൊക്കെ ദൈവ നിശ്ചയമാണ്. അതെല്ലാം ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുന്ന എല്ലാം നല്ലതിനായിരുന്നു. അങ്ങനെ എന്റെ ജോലി നഷ്ടപ്പെട്ടു. തുടർന്ന് എന്റെ രണ്ടാമത്തേന്, അവനും ഓരോ ഡ്രൈവറായിരുന്നു, അവൻ റീസെന്റ് ജോയിൻ ചെയ്ത ഒരാളായിരുന്നു, അവന്റെയും ജോലി പോയി. എന്റെ 2 സുഹൃത്തുക്കളെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ജോലി നഷ്ടപ്പെട്ടവരായത്. ആ സമയത്ത് വേറൊരു ജോലി ഫൈൻഡ് ചെയ്ത് എളുപ്പമല്ല. കാരണം എവിടെയും റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. എല്ലാവരെയും നാട്ടിലേക്ക് പോവുക എന്നല്ലാതെ ഒരു ഓപ്ഷനും ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുന്നത് ചെലവാണ്, ഭക്ഷണവും താമസവും എല്ലാം. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ നാട്ടിലേക്ക് ആകെ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ആ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റിൽ കയറാനുള്ള കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഗർഭിണികള്, ജോലി നഷ്ടപ്പെട്ടവര്, അതേപോലെ എന്താ പറയാ, പ്രായം തളർത്തിയവര്, അസുഖമുള്ളവര്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ജോലിയില്ല, ശമ്പളമില്ല. ഞങ്ങൾ ഇന്ത്യൻ എംബസിയെ സമീപിച്ചു. ഞങ്ങൾ ആപ്ലിക്കേഷൻസ് അവിടെ അപ്ലൈ കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് വിളി വന്നു, 2020 ഓഗസ്റ്റ് 7 നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് 13:44 വിമാനത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം. അതായിരുന്നു അറിയിപ്പ്. 800 ദിർഹംസ് ടിക്കറ്റിന് കാശും കൊടുത്ത് ഞങ്ങൾ കാലത്ത് എയർപോർട്ടിലെത്തി, ബോർഡിംഗ് ചെയ്തു. 1.5 മണിക്ക് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്തു. 7:15 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് 7:45 കരിപ്പൂരിന്റെ കുന്നിൻ ചെരുവിൽ തകർന്നു വീണു. ആ നാട്ടിലെ ഒരുപാട് നല്ല സഹോദരങ്ങളുടെ സംയോജിതമായ ഇടപെടല്, അവര് പക്വമായ കാര്യങ്ങള്, കോവിഡിനെ മറന്ന് ഞങ്ങൾ വാരിയെടുത്ത് ഓടിയത്, ഇതുകൊണ്ടൊക്കെ 169 പേര് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. 22 പേരെ ദൈവം കൊണ്ടുപോയി. 2 വർഷത്തെ ഹോസ്പിറ്റൽ വാസം, സർജറി, അങ്ങനെ പല കാര്യങ്ങളിലേക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ജീവിതം പതിയെ തിരിച്ചു കിട്ടി തുടങ്ങി. അങ്ങനെ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഒരു മഹാകാലഘട്ടം. ജനങ്ങളെ പലതും പഠിപ്പിക്കുകയും പലതും മറക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ആ ഒരു വല്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്താണ് പല കമ്പനികളും ആളുകളെ കുറക്കാൻ തുടങ്ങി, ശമ്പളം കുറക്കാൻ തുടങ്ങി, ടെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടെർമിനേഷനിലാണ് ആദ്യത്തെ പേര് സ്വാഭാവികമായിട്ടും എന്റെ പേര് എത്തുന്നത്. എന്നെ സംരക്ഷിക്കാനോ എന്നെ തടഞ്ഞു നിർത്താനോ അവിടെ ആളുകളില്ല. കാരണം എന്റെ സാറൊക്കെ അവിടുന്ന് പോയി പുതിയ ആളുകൾ പുതിയ സെറ്റപ്പിലേക്ക് മാറുമ്പോൾ പഴയ ആളുകൾ അവർക്ക് വേണ്ടാതായി. അങ്ങനെ അതൊക്കെ ദൈവ നിശ്ചയമാണ്. അതെല്ലാം ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുന്ന എല്ലാം നല്ലതിനായിരുന്നു. അങ്ങനെ എന്റെ ജോലി നഷ്ടപ്പെട്ടു. തുടർന്ന് എന്റെ രണ്ടാമത്തേന്, അവനും ഓരോ ഡ്രൈവറായിരുന്നു, അവൻ റീസെന്റ് ജോയിൻ ചെയ്ത ഒരാളായിരുന്നു, അവന്റെയും ജോലി പോയി. എന്റെ 2 സുഹൃത്തുക്കളെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ജോലി നഷ്ടപ്പെട്ടവരായത്. ആ സമയത്ത് വേറൊരു ജോലി ഫൈൻഡ് ചെയ്ത് എളുപ്പമല്ല. കാരണം എവിടെയും റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. എല്ലാവരെയും നാട്ടിലേക്ക് പോവുക എന്നല്ലാതെ ഒരു ഓപ്ഷനും ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുന്നത് ചെലവാണ്, ഭക്ഷണവും താമസവും എല്ലാം. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ നാട്ടിലേക്ക് ആകെ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ആ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റിൽ കയറാനുള്ള കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഗർഭിണികള്, ജോലി നഷ്ടപ്പെട്ടവര്, അതേപോലെ എന്താ പറയാ, പ്രായം തളർത്തിയവര്, അസുഖമുള്ളവര്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ജോലിയില്ല, ശമ്പളമില്ല. ഞങ്ങൾ ഇന്ത്യൻ എംബസിയെ സമീപിച്ചു. ഞങ്ങൾ ആപ്ലിക്കേഷൻസ് അവിടെ അപ്ലൈ കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് വിളി വന്നു, 2020 ഓഗസ്റ്റ് 7 നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്
13:44 വിമാനത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം. അതായിരുന്നു അറിയിപ്പ്. 800 ദിർഹംസ് ടിക്കറ്റിന് കാശും കൊടുത്ത് ഞങ്ങൾ കാലത്ത് എയർപോർട്ടിലെത്തി, ബോർഡിംഗ് ചെയ്തു. 1.5 മണിക്ക് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്തു. 7:15 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് 7:45 കരിപ്പൂരിന്റെ കുന്നിൻ ചെരുവിൽ തകർന്നു വീണു. ആ നാട്ടിലെ ഒരുപാട് നല്ല സഹോദരങ്ങളുടെ സംയോജിതമായ ഇടപെടൽ, അവര് പക്വമായ കാര്യങ്ങൾ, കോവിഡിനെ മറന്ന് ഞങ്ങൾ വാരിയെടുത്ത് ഓടിയത്, ഇതുകൊണ്ടൊക്കെ 169 പേര് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. 22 പേരെ ദൈവം കൊണ്ടുപോയി. 2 വർഷത്തെ ഹോസ്പിറ്റൽ വാസം, സർജറി, അങ്ങനെ പല കാര്യങ്ങളിലേക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ജീവിതം പതിയെ തിരിച്ചു കിട്ടി തുടങ്ങി. അങ്ങനെ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ചിന്തകളായിരുന്നു. തിരിച്ചു പോകാന്ന് പറയുന്നത് വീണ്ടും, കാരണം നമ്മൾ എല്ലാ കാറ്റഗറീസിലും ജോലി ചെയ്തതാണ്. താഴ്ന്ന മുതൽ മേലോട്ട് എത്തിയതാണ്. ഒന്നും ജോലി ചെയ്യാൻ മടി ഉണ്ടായിട്ടില്ല. എങ്കിലും പ്രായവും ഒക്കെ ഇങ്ങനെ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മിച്ചം വെച്ചതും കൂട്ടിവെച്ചതുമായിട്ടുള്ള ഒക്കെ കൂട്ടിവെച്ച് എന്റെ സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ആളെ കൂട്ടുപിടിച്ച്, അവൻ പ്രവാസിയാണ്, ഇപ്പോഴും ഗൾഫിലാണ്. അവന്റെ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് പണി ചെയ്ത് അങ്ങനെ ഞങ്ങള് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ്, 10-12 ജോലിക്കാര്, വളരെ നല്ല രീതിയിൽ നല്ല പ്ലാനിങ്ങോട് കൂടെ തന്നെയാണ് ചെയ്തത്. എന്തോ നാട്ടിലെ സെറ്റപ്പ്, നാട്ടിലെ ചുറ്റുപാടുകള്, ആളുകള്, നെഗറ്റീവിനെ മാത്രം കൊണ്ടാടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരാളുടെ വീഴ്ചയിൽ കൈകൊട്ടുന്നവര്, അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ്സിന്റെ ഇടയിൽ. പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് വൈബിലേക്കൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ വീണ്ടും തളർത്തി, കച്ചവടവും കുറഞ്ഞു. അങ്ങനെ ഏകദേശം 1.5 വർഷം കൊണ്ട് എന്റെ ആ സൂപ്പർ മാർക്കറ്റ് എന്ന സ്വപ്നം അവിടെ പൊലിഞ്ഞു, അതിന് താഴെ വീണു. അതിലെ ഓരോ സാധനങ്ങളും എന്താ പറയാ, ഒരു ആക്രി കച്ചവടക്കാർക്ക് തൂക്കി കൊടുക്കുന്ന പോലെ കണ്ണീരോടുകൂടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ജീവിതം വലിയൊരു പ്രതിസന്ധി നേരിട്ടുന്ന ഒരു സന്ദർഭം. തികച്ചും ഇരുട്ട് പരന്നു. ഒന്നും വെളിച്ചം എവിടെയും കിട്ടുന്നില്ല. സത്യത്തില് ഞാനാകെ ഡിസ്റ്റർബ്ഡായി. എന്റെ ഫാമിലി എന്റെ അസ്വസ്ഥതയിൽ അവരും സങ്കടപ്പെട്ടു തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയില് അങ്ങനെ ട്രേഡിങ്ങിലേക്ക് ഒരു സുഹൃത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഗോൾഡ് ട്രേഡിങ്ങിലേക്ക്, വലിയ അറിവൊന്നുമില്ല, കിട്ടിയ അറിവും കിട്ടിയ സിഗരറ്റ് അനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. $10 കിട്ടും, പിന്നെ 20 മൊത്തം പോവും, പിന്നെ മൊത്തം വാഷ് ഔട്ട് ആവും. അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു ദിവസത്തെ ഒരു ട്രേഡ്, ഒരു ലാഭം എന്നുള്ള കമ്പനി പറയുന്ന ഇതിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അതൊക്കെ വളരെ സുന്ദരമായിട്ട് അത് പൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പന്താവൂരുള്ള ഷാജിക്ക, അതേപോലെ സുബൈദ ടീച്ചർ എന്റെ സുഹൃത്തുക്കളാണ്. അവര് മുഖാന്തരമാണ് ഞാൻ എടപ്പാളിലുള്ള എന്റെ പ്രിയപ്പെട്ട ആ നല്ല മനുഷ്യനിലേക്ക് ഞാൻ എത്തുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുക സാധ്യമല്ല, കാരണം ചില വാക്കുകൾ അതിനെ നമുക്ക് ചേർക്കാൻ കഴിയില്ല. ഇതൊരു വെറും വാക്കല്ല, ഒരു മുഖമൂടിയുമല്ല. ഇന്ന് ഈ മെറ്റാക്രാറ്റ് പദവിയിലേക്ക്, ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എന്നെ ഇപ്പോ ഇറങ്ങാൻ സഹായിച്ചത്, എന്നെ ഉണ്ണാനും എനിക്ക് മറ്റുള്ളവരെ ഊട്ടാനും സഹായിക്കുന്നത്, എനിക്ക് താങ്ങും തണലുമായിരിക്കുന്നത് എന്റെ ഇഷ്ടഭാചനം പ്രിയപ്പെട്ട സുനിൽ സാർ എടപ്പാളാണ്. നന്ദി പറഞ്ഞാൽ ഇത് കുറഞ്ഞു പോകും. എടപ്പാടാണ്. അദ്ദേഹം എനിക്ക് പുതിയ ലോകത്തെയാണ് പരിചയപ്പെടുത്തിയത്. സാമ്പത്തിക വിപ്ലവം സാധ്യമായ പേൾവൻ ഇന്റർനാഷണൽ എന്ന PVC മെറ്റ എന്ന അമൂല്യ നക്ഷത്രത്തെ കുറിച്ച് അദ്ദേഹം വരച്ചു തന്നു. ഞങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്തു, കുറെ സംസാരിച്ചു, കുറെ വിവരങ്ങൾ കൈമാറും. ഒരു ബാഗില് നിറയെ നോട്ട് ബുക്കുകളുമായി ആ മനുഷ്യൻ നടക്കുകയാണ്. സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിലപ്പെട്ട അറിവുകൾ എല്ലാം അദ്ദേഹം പഠിച്ചെടുത്തതാണ്, സെർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. എന്നെ ഒരു സഹോദരനായിട്ട് കാണുകയാണ്. ധൈര്യം പകർന്നു, ആശയങ്ങൾ, അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇന്നും ഞാൻ ആ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമാകുന്നു അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട്. അതൊരു എക്സ്പീരിയൻസ് ആണ്. PVC മെറ്റയുടെ ജീവനാഡിയും ജീവശാസ്ത്രവുമായ നമ്മുടെ ഇഷ്ടഭാചനം അശോകൻ സാർ, ഒരു പിതാവിന്റെ നിഴലായി മറക്കുള്ളില് ഒരു അച്ഛന്റെ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കുന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള കണ്ണൻ സാർ. അവരോട് സംസാരിക്കാൻ പറ്റി, അവരെ കാണാൻ പറ്റി. അവർ ധൈര്യം പകർന്നു, എന്നെ കേട്ടുകൊണ്ടിരുന്നു. ഇത്രയും തിരക്കുള്ള മനുഷ്യൻ എന്നെ കേൾക്കാൻ സന്മനസ് കാണിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ എന്റെ PVC മെറ്റയിലേക്കുള്ള ക്യാപിറ്റൽ. നമ്മൾ ഭയക്കേണ്ടതില്ല. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഗൂഗിൾ പേ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 6 വർഷം മുമ്പ് ഗൂഗിൾ പേ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും ഞാനും വിശ്വസിക്കുമായിരുന്നില്ല. പറഞ്ഞ ആളെ നമ്മൾ കളിയാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇന്ന്
കേവലം 10 രൂപയുടെ ചായ കുടിച്ചാൽ പോലും നമ്മൾ 10 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഗൂഗിൾ പേയുടെ ഓഫീസ് ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഓഫീസ് നിലവിലില്ല. അതൊരു സിസ്റ്റമാണ്, ഒരു സെറ്റപ്പാണ്. ഏത് ബാങ്കും നമുക്ക് തിരഞ്ഞെടുക്കാം, പക്ഷെ ഗൂഗിൾ പേ ഒന്നേ ഉള്ളൂ. എന്നിട്ടും ഗൂഗിൾ പേയിൽ പല ട്രാൻസാക്ഷനും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലതും പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഇന്നോളം ഒരാൾക്കും 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഗൂഗിൾ പേ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ പേ പോലും നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്വീൽവൈൻ ഇന്റർനാഷണൽ എന്ന ആ മഹാ പ്രസ്ഥാനം, അതിന്റെ പിറകിലാണ്, അതിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആരെയാണ് നമ്മൾ ഭയക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? നമ്മളെ ഓരോ ദിവസവും കേരളത്തിലെ പ്രിയങ്കരായിട്ടുള്ള നമ്മളെ ലീഡേഴ്സ് തരുന്ന മീറ്റിങ്ങുകൾ ജീവിതത്തിൽ നമ്മൾ കേട്ടത് തന്നെയാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്. അത് നമ്മൾ അടിവരെ കുറിക്കുകയാണ്. എന്റെ തീരുമാനം ശരിയാണെന്ന് ബോധ്യം വന്ന നാടുകളായിരുന്നു പിറകിലേക്ക്. ഞാൻ എന്റെ കൂട്ടുകാരിലാണ് പറഞ്ഞു തുടങ്ങിയത്, കുടുംബങ്ങളിൽ പറഞ്ഞു, അടുത്ത സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ ഇന്നേ വരെ ആരും നിരാശനാക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഒരു ജീവിതം ഒക്കെ അങ്ങനെ ആയിരുന്നു. ആർക്കും കൊടുക്കാനും വാങ്ങാനും ഇല്ല. വളരെ ബന്ധപ്പെട്ടവർ, അടുത്ത ആളുകൾക്ക് മാത്രമേ ചില ചുറ്റുപാടുകളുള്ളൂ. നമ്മുടെ ജീവിതം അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തത് കൊണ്ടായിരിക്കാം, ദൈവ അനുഗ്രഹമായിരിക്കാം, ഒരുപാട് വേദനകളും ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും ഇനിയും ഒരുപാട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. ഇത്രയും തിരക്കുള്ള മനുഷ്യൻ എന്നെ കേൾക്കാൻ സന്മനസ് കാണിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ എന്റെ PVC മെറ്റീരിയലേക്കുള്ള ക്യാപിറ്റൽ. നമ്മൾ ഭയക്കേണ്ടതില്ല. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഗൂഗിൾ പേ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 6 വർഷം മുമ്പ് ഗൂഗിൾ പേയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും ഞാനും വിശ്വസിക്കുമായിരുന്നില്ല. പറഞ്ഞ ആളെ നമ്മൾ കളിയാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇന്ന് കേവലം 10 രൂപയുടെ ചായ കുടിച്ചാൽ പോലും നമ്മൾ 10 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഗൂഗിൾ പേയുടെ ഓഫീസ് ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഓഫീസ് നിലവിലില്ല. അതൊരു സിസ്റ്റമാണ്, ഒരു സെറ്റപ്പാണ്. ഏത് ബാങ്കും നമുക്ക് തിരഞ്ഞെടുക്കാം, പക്ഷെ ഗൂഗിൾ പേ ഒന്നേ ഉള്ളൂ. എന്നിട്ടും ഗൂഗിൾ പേയിൽ പല ട്രാൻസാക്ഷനും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലതും പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഇന്നോളം ഒരാൾക്കും 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഗൂഗിൾ പേ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ പേ പോലും നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്വീൽവൈൻ ഇന്റർനാഷണൽ എന്ന ആ മഹാ പ്രസ്ഥാനം, അതിന്റെ പിറകിലാണ്, അതിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആരെയാണ് നമ്മൾ ഭയക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? നമ്മളെ ഓരോ ദിവസവും കേരളത്തിലെ പ്രിയങ്കരായിട്ടുള്ള നമ്മളെ ലീഡേഴ്സ് തരുന്ന മീറ്റിങ്ങുകൾ ജീവിതത്തിൽ നമ്മൾ കേട്ടത് തന്നെയാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്. അത് നമ്മൾ അടിവരെ കുറിക്കുകയാണ്. എന്റെ തീരുമാനം ശരിയാണെന്ന് ബോധ്യം വന്ന നാടുകളായിരുന്നു പിറകിലേക്ക്. ഞാൻ എന്റെ കൂട്ടുകാരിലാണ് പറഞ്ഞു തുടങ്ങിയത്, കുടുംബങ്ങളിൽ പറഞ്ഞു, അടുത്ത സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ ഇന്നേ വരെ ആരും നിരാശനാക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഒരു ജീവിതം ഒക്കെ അങ്ങനെ ആയിരുന്നു. ആർക്കും കൊടുക്കാനും വാങ്ങാനും ഇല്ല. വളരെ ബന്ധപ്പെട്ടവർ, അടുത്ത ആളുകൾക്ക് മാത്രമേ ചില ചുറ്റുപാടുകളുള്ളൂ. നമ്മുടെ ജീവിതം അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തത് കൊണ്ടായിരിക്കാം, ദൈവ അനുഗ്രഹമായിരിക്കാം, ഒരുപാട് വേദനകളും ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും ഇനിയും ഒരുപാട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടെത്തിയ മാർഗവും ആളുകളും വലിയ മനസ്കതയുള്ള ആളുകളാണ്. ഈ മെറ്റാക്രാറ്റിലേക്ക്, ഈ ഒരു മാസത്തെ മെറ്റാക്രാറ്റിലേക്ക്, കഴിഞ്ഞ മാസം ഒരു മെറ്റാക്രാറ്റിലേക്ക് എന്നെ എത്തിച്ച ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ കുടുംബ സുഹൃത്തും പ്രിയപ്പെട്ട സെറീനാത്ത, ഷാഹിദ, ബഷീർക്കയും എന്റെ ഫാദർ ലോ ഖാദർക്കയും ഒക്കെ ആണ് അതിലേക്ക് പെട്ടെന്നുള്ള വഴി പെട്ടെന്ന് എനിക്ക് തുറന്നു തന്നത്. സുനീഷ് സാറിന്റെ ഫൈനൽ ടച്ചപ്പും കൂടി ആയപ്പോ എനിക്ക് പെരുന്നാൾ സമ്മാനമായിട്ടാണ് എനിക്ക് മെറ്റാക്രാറ്റ് എന്ന ബഹുമതി കിട്ടുന്നത്. അങ്ങേറ്റവും വിലമതിക്കുന്നു പ്രിയപ്പെട്ടവരെ. ക്വീൽവൈൻ ഇന്റർനാഷണലിനോട്, നമ്മുടെ ലീഡേഴ്സിനോട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഇതിന്റെ പിറകിൽ നടക്കാൻ നമുക്ക് ധൈര്യം തന്ന ഫൗണ്ടർ, ശരിക്കും നമ്മളൊരു ഫാമിലി മെന്ററുമാണ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ സാർ. അദ്ദേഹം നല്ലൊരു ഭർത്താവാണ്. എമ്മ ടൈലറിന്റെ, ഏതറിന്റെയും സോഫിയുടെയും നല്ലൊരു സ്നേഹനിധി അച്ഛനാണ്. വായനവും നടത്തവും ഹൂബിയായിട്ട് കണ്ടു നടന്നൊരു മനുഷ്യനെ ലോകം മാത്തമാറ്റിക്സിൽ നോബൽ പ്രൈസ് കൊടുത്ത് ആദരിച്ചു. അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം അത് തികഞ്ഞ ഒരു ഫാമിലി മെമ്പറാണ്, ഒരു ഫാമിലി മാനാണ്. അവിടെയാണ് അശോകൻ സാറെ ഞാൻ കൂട്ടി വായിക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സും ഈ പ്ലാസ്റ്റിക്കിന്റെ ചെയറിന്റെ ബിസിനസ്സും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം വളരെ കുറഞ്ഞ വോളിയത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ഛനെ വാക്ക് കേട്ട് അച്ഛനോടൊപ്പം സഞ്ചരിക്കുന്ന, ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന, രാവും പകലും യാത്രയിലായിരുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകനാണ് പ്രിയപ്പെട്ട അശോകൻ സാറ്. എന്നാൽ ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം അശോകൻ സാറ് കൂടെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ 20 വയസ്സ് മാത്രം പ്രായമുള്ള കണ്ണൻ സാറാണ്. സംസാരിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ? ആ പ്രിയപ്പെട്ട സാറിന്റെ അടുത്ത് എത്ര സിമ്പിൾ ആയിട്ടാണ് ആ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നത്.
മറക്കപ്പുറത്തിരുന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ അദ്ദേഹം കാണിക്കുന്ന കഴിവ് അപാരമാണ്. അശോകൻ സാർ ഒരിക്കൽ പറഞ്ഞ്, ആഷിഖ്, ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ് എന്നുള്ളതാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. അശോകൻ സാറിൽ നിന്ന് കണ്ണൻ സാറിലേക്കുമുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെയൊക്കെ ലീഡേഴ്സിന്റെ, കാരണം ഇവരുടെയൊക്കെ ഒരു ജീവിത ശൈലിയും കുടുംബ പശ്ചാത്തലവും ഒക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്, നമുക്കൊക്കെ അത് കോപ്പി ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. LKG പഠിക്കുന്ന ഇഷാലിയ എന്ന് പറയുന്ന പൊന്നുമോൾക്ക് 2 ലക്ഷത്തോളം മാസ വരുമാനം ഉണ്ടാക്കി കൊടുത്ത ഒരു അച്ഛനാണ് എന്റെ ലീഡർ. പ്രിയപ്പെട്ട സുനീൽ സാറുടെ മോളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്ന കാര്യങ്ങൾ. അവർ ജീവിപ്പിക്കുകയാണ്, നമുക്ക് കാണിച്ചു തരികയാണ്. കൃത്യമായിട്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ദിശ അറിയുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആഴവും പരപ്പും മനസ്സിലാക്കിയ ലീഡേഴ്സ്, അവരുടെ മികവുറ്റ നേതൃത്വം, ഭയരഹിതമായി നമുക്ക് പ്രവർത്തിക്കാനാവും. സാമ്പത്തിക വിപ്ലവം സാധ്യമായ ഒരാശയത്തിലാണ് നമ്മൾ ഇന്ന് ചരിത്രത്തിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. അധികം സമയം ഇനി വേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സംസാരിച്ചു. എന്നാലും ഞാൻ ഇന്ന് ഈ മെറ്റാക്രാറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. പല ലീഡേഴ്സും നിങ്ങൾക്ക് തന്നിട്ടുള്ള പിന്തുണ, ഞാൻ മെറ്റാക്രാറ്റ് ആയപ്പോൾ നിരന്തരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ലീഡേഴ്സ്, ആരെയും പേരെടുത്ത് പറയുന്നില്ല, ആരെങ്കിലും വിട്ടുപോയാൽ അത് വലിയൊരു സങ്കടവും വേദനയുമായി മാറുന്നത് കൊണ്ടും ഈ മെറ്റാക്രാറ്റ് പദവിയിലെത്തിയിട്ടുള്ള എടപ്പാളിന്റെ സൗന്ദര്യം പ്രവർത്തനം കൊണ്ടും ടെക്നിക്കൽ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ചേർത്ത് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ്, സഹോദരനായ എന്റെ കൂടപ്പിറപ്പായ ട്രിപ്പിൾ മെറ്റാക്രാറ്റ് മിസ്റ്റർ സുനിൽ സാർ എടപ്പാൾ, കണ്ണൂരിന്റെ ശബ്ദവും കണ്ണൂരിന്റെ വിപ്ലവ ലീഡർമാരിൽ ഒരാളായ ടെലി മീറ്റിംഗിൽ നിറസാന്നിധ്യം മെറ്റാക്രാറ്റ് മനീഷ് സാർ കണ്ണൂരിന്റെ വ്യക്തിത്വം, നമ്മുടെ പ്രഭാതങ്ങൾ ഉണർവോടെ നന്മയിലേക്ക് ദിനവും വരവേൽക്കുന്ന PVCയുടെ മുഖമായിട്ടുള്ള മെറ്റാക്രാറ്റ് ഷാജി സാർ കണ്ണൂർ, പത്തനംതിട്ടയിലെ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ, ശബ്ദ സൗകുമാര്യം കൊണ്ടും അറിവ് കൊണ്ടും നമ്മെ വിസ്മയിപ്പിക്കുന്ന മെറ്റാക്രാറ്റ് അനിൽകുമാർ ദാസ് സാർ പത്തനംതിട്ട, കണ്ണൂരിലെ വനിതാരത്നം, സാധാരണ ഒരു വീട്ടമ്മ, പ്രവർത്തനം കൊണ്ട് ചിട്ടയായ യാത്ര കൊണ്ട് നേടിയെടുത്ത മെറ്റാക്രാറ്റ് പുഷ്പമുരളി മാഡം കണ്ണൂർ, ആലപ്പുഴയിലെ നിറസാന്നിധ്യം, അധ്യാപന ഭാഷ കൊണ്ട് നമ്മെ അറിവിലേക്ക് നയിക്കുന്ന പ്രിയപ്പെട്ട മെറ്റാക്രാറ്റ് ജനാർദ്ദൻ ബാബു സാർ ആലപ്പുഴ, പത്മനാഭന്റെ മണ്ണിലെ വനിതാരത്നം, അധ്യാപിക, PVCയുടെ മുതൽക്കൂട്ട് മെറ്റാക്രാറ്റ് ജയലക്ഷ്മി മാഡം തിരുവനന്തപുരം, കണ്ണൂരിലെ നക്ഷത്രം, വനിതാരത്നം, പ്രവർത്തനം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മെറ്റാക്രാറ്റ് ശ്യാമല സുരേഷ് മാഡം കണ്ണൂർ, പാലക്കാടിന്റെയും തമിഴിന്റെയും വസന്തം, നമ്മുടെ ഒരേ ഒരു കാവൽക്കാരൻ, ഇന്ന് PVCയുടെ പാതുകാപ്പ് നൽകുന്ന മെറ്റാക്രാറ്റ് വെറ്ററൻസ് അനിൽദാസ് പാലക്കാട്, ശബ്ദ സൗകുമാര്യവും ഭാഷാ സൗന്ദര്യവും തികഞ്ഞ ലീഡർഷിപ്പും എളിമയും പ്രവർത്തനം കലയായി കൊണ്ടു നടക്കുന്ന ഒരാൾ മെറ്റാക്രാറ്റ് ശ്രീഹരി സാർ ആലുവ. നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്ക്, നിങ്ങളുടെയൊക്കെ മിഷൻ, പാഷൻ, ശ്വാസവും ജീവിതവും ജീവവായുവും പേലുവിന് സമർപ്പിച്ചത് കൊണ്ട് ദൈവം നൽകിയ ഒരു പദവിയാണ് പ്രിയപ്പെട്ടവരെ മെറ്റാക്രാറ്റ്. നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കട്ടെ. എല്ലാവർക്കും എന്റെ ഈ മെറ്റാക്രാറ്റിൽ നേടിയ എല്ലാ ആളുകൾക്കും എന്റെ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ അറിയിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു വൈകുന്നേരം എനിക്ക് സമ്മാനിച്ച ദൈവത്തോട്, മഹത്തായ സിസ്റ്റത്തോട്, പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന സ്നേഹനിധികളെ, നിങ്ങൾക്ക് എന്റെ നന്ദി. എന്നെ പ്രാപ്തനാക്കിയ അശോകൻ സാർ, കണ്ണൻ സാർ, സുനീഷ് സാർ, കേരളത്തിൽ പ്രിയങ്കരായ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ്, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഈ മെറ്റാക്രാറ്റ് പദവി വാക്കുകൾക്കില്ല. ഹൃദയം കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. എല്ലാവർക്കും സാമ്പത്തിക ഉന്നതി ഉണ്ടാവട്ടെ. കൂടെ ഉള്ളവരെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം, ഒന്നിച്ചു നീങ്ങാം. നല്ലൊരു രാത്രി നേരുന്നു. ജയ് പേൾ വൈൻ ഇന്റർനാഷണൽ. പേൾ വൈൻ നെവർ എവർ എൻഡ്. ഗുഡ്